ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷോർട്സിൽ നിന്ന് മാറി അല്ലാതെ കുറച്ച് ലെങ്ത്തുള്ളൊരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 2019 അന്നപ്പം ആ ഒരു കൊറോണ ടൈമിൽ വെറുതെ ഇരിക്കുന്നതിൻ്റെ ഭാഗമായി തോന്നിയൊരു ആവേശത്തിൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ചാനലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ആവേശമൊക്കെ അങ്ങ് കെട്ടുപോയി. ചാനലും അവിടെ സ്റ്റക്കായിട്ട് കിടന്നു. അങ്ങനെ ഇപ്പോൾ ഈ 2024 അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം എന്നൊരു ചിന്തയിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ലെങ്ത്തുള്ള വീഡിയോ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇതിപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നപ്പം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഡ്രസ്സിൻ്റെ റിവ്യൂസാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഡ്രസ്സ്, ഒരു ബ്ലൂ കളറിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ യോക്ക് പോർഷനിൽ ത്രെഡ് വർക്കും ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ സീക്വൻസസും ഉണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവിൽ വരുന്നത് അതിൻ്റെ ഷോളിൻ്റെ ഡിസൈനുമായിട്ട് സെയിം ആയിട്ടുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലേസും ഉണ്ട്. പിന്നെ ഇത് സൈഡ് ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്. പിന്നെ അതിന് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ അത് യൂസ് ചെയ്യാറില്ല, ഞാനത് ഷേപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഓൾട്ടർ ചെയ്തതാണ് കേട്ടോ. ഇതൊന്നും ഇന്നലെ കിട്ടി ഇന്ന് അൺബോക്സ് ചെയ്യുന്ന അങ്ങനെ ഒരു വീഡിയോ അല്ല. പിന്നെ ഇതിൻ്റെ ഷോളും പാൻസുമാണ് സെയിം കളറിൽ തന്നെയാണ്, ഡിസൈനിൽ ചെറിയ വ്യത്യാസമാണുള്ളത്. ഷോളിൽ ടോപ്പിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈന് താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇതിപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ കാണുന്നത്, കളർ ഫെയ്ഡാവോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൻ്റെ കളറും നല്ല അടിപൊളിയാണ്, അതാണ് ഇത് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ചുരിദാർ. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവ്സിൽ ലേസ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചുരിദാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പാൻസിൻ്റെ താഴ്ഭാഗത്തായിട്ടും സ്ലീവ്സിലെ പോലെ ലേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചുരിദാറാണ്. അതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് നെറ്റ് ഷോളാണ് വരുന്നത്. അതപ്പം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പല്ല, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നൊരു ഷോളാണ്. അപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്നിടത്ത് അത് കിട്ടത്തൊന്നുമില്ല. പക്ഷെങ്കിൽ ബ്ലാക്കിനോട് പൊതുവേ ഒരു താല്പര്യം കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് ചുരിദാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇതും വാഷ് ചെയ്തതിന് ശേഷമാണ് കാണുന്നത്, കളർ ഫെയ്ഡോ അങ്ങനെയാണ് ലാസ്റ്റ് ചുരിദാർ ക്വാളിറ്റി തന്നെയാണ്. അപ്പം ഉള്ളതിലും ഈ മൂന്നെണ്ണത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണിത്. അപ്പം അതിൻ്റെ യോക്ക് പോർഷനിൽ ചെറിയൊരു ഡിസൈൻ ഉണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവ് ഇങ്ങനെ ആയിരുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനൽ പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ താഴേക്കും ആ യോക്ക് പോർഷനുള്ള സെയിം ഡിസൈൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കതിനോട് വലിയ താല്പര്യം തോന്നാത്തത് കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ലേസ് മുകളിലേക്ക് കയറ്റി പിടിപ്പിച്ചതാണ്. ഇത് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ചുരിദാറാണ്. പിന്നെ അതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ സൈഡിലും ഷോളിൻ്റെ സൈഡിലും ഇതുപോലെ ലേസ് മൊത്തം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. പിന്നെ അതൊരു ഭംഗിയുള്ളത് കൊണ്ട് ഞാനത് കളയാതിരുന്നതാണ്. ബ്ലാക്കിൻ്റെ ഷോളിലും ഉണ്ടായിരുന്നു സെയിം തന്നെ, അപ്പം ഞാനത് റിമൂവ് ചെയ്തതായിരുന്നു. ഇതിൻ്റെ പാൻസ് വരുന്നത് പലാസോ പാൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളിയാണ്, വാഷ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്, കളർ ഫെയ്ഡ് ആവോ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ചാച്ചാ.